അപ്പൊ എന്താണ് ഈ സമയത്ത് പറയാനുള്ളത്? ഒത്തിരി സന്തോഷം. എല്ലാരും കോമഡികൾ ഒരുപാട് കണ്ടിരുന്ന ആൾക്കാർ, പക്ഷെ ഇതിനകത്തോട്ട് വന്നപ്പോഴത്തേക്ക് അവർക്ക് എല്ലാ ഇമോഷൻസും എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു കഴിവുള്ള ആൾക്കാരാണ്. അപ്പൊ അതിന് കാരണം എന്തായിരുന്നു? ഇങ്ങനെ ഇവരെ കൊണ്ട് ഇത് ചെയ്യിക്കണം തോന്നിയൊരു കാരണം എന്തായിരുന്നു? അത് കഥ വന്നത് അങ്ങനെയായിരുന്നു. ഇവര് പിന്നെ നന്നായിട്ട് ചെയ്യുമായിരുന്നു, നമുക്ക് ഉറപ്പുണ്ടായിരുന്നു. ആശ്രപ്പം എന്താണ് പറയാനുള്ള കിട്ടൊക്കെ? ഒരുപാട് സന്തോഷം. നമ്മളാ പടം ഇറങ്ങി ഇപ്പൊ നല്ല അഭിപ്രായങ്ങൾ വരുന്നു. ഈ ലെവലിൽ എൻട്രി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു? ഇങ്ങനത്തെ ഒരു എൻട്രി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു? കാരണം പൊതുവെ സോഷ്യൽ മീഡിയ താരങ്ങളെ കൊണ്ടുപോയിട്ട് എല്ലാവരും കൂടുതലും കോമഡിക്കാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്. പക്ഷേ ഇതിനകത്തോട്ട് വരുന്ന സമയത്ത് ഒരുപാട് സ്കിൽഡ് ആയിട്ടുള്ള ആക്ടേഴ്സിനെ വെച്ച് ചെയ്യിക്കുന്ന ഓരോ കാര്യങ്ങളാണ് ഇതിനകത്ത് നിങ്ങളെ കൊണ്ട് അത്രയും പീക്കായിട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് എത്രത്തോളം ഹാപ്പിനെസ് ഉണ്ട് അതിനകത്ത്? അതായത് നമ്മൾ ആ വിശ്വാസം അർപ്പിച്ചതിന് സവിൻ സാറോടും വിപിൻ ചേട്ടൻ്റെ അടുത്ത് എല്ലായിടത്തും, ഈ വാഴയിലെ ടീമിൽ എല്ലായിടത്തും നന്ദി പറയണം. അതായത് നമ്മളെ കൊണ്ട് അങ്ങനെ ചെയ്യിക്കാൻ പറ്റുമെന്ന ആ വിശ്വാസം കൊണ്ട് അവരോട് നന്ദി പറയുന്നു. അതെ, വാഴ ടു ടീമിന്. സന്തോഷം. നിങ്ങളെ പോലെ തന്നെ നമ്മളും ഹാപ്പിയാണ്. പിന്നെ താങ്ക്സ് ടു സവിൻ സാർ ആൻഡ് വിപിൻ ചേട്ടൻ, പിന്നെ മൊത്തം ക്രൂ. നമ്മളുടെ ഇവരൊക്കെയാണ് ഇതിന്റെ മെയിൻ ആൾക്കാർ. ബ്രോ ഇവരാണ് ഇതിന്റെ ലൈഫ്. ഇതാണ് ക്യാമറമാൻ. നമ്മൾ ഇവരൊക്കെയാണ് ഇതിന്റെ റിയൽ ഹീറോസ്. ഇതാണ് ഈ പടത്തിൽ ഇത്ര മനോഹരമായ കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്ത ആള്. ഇതാണ് ലൈലു. താങ്ക് യു ലൈലു. അറിയിക്കുകയും ചെയ്ത് നേരിട്ടിട്ട് ഭയങ്കര കാര്യമായിട്ട് തോന്നില്ല. റിലീസിന് പിന്നെ ഒരു താരങ്ങൾക്കും തീർച്ചയായിട്ടും കാര്യം നമുക്ക് വേണ്ടി അത്രയും കാത്തിരിക്കുന്നു, നമ്മൾ അത്ര ഇഷ്ടപ്പെടുന്നു, നമ്മളൊരു സിനിമ വരുമ്പോൾ ഇത്രയും പിന്തുണ തരുന്നു. അതൊക്കെ ഒരുപാട് സന്തോഷം തരുന്ന കാര്യമാണ്. കാര്യം അവരത്രയും സ്നേഹിക്കുന്നതിൽ അതിപ്പരം വേറെ എന്ത് വേണം അല്ലേ? വാഴ 1 അഭിനയിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ 4 പേരും. അപ്പൊ അഭിനയിക്കുമ്പോൾ തന്നെ ഇതേപോലെ ഒരു നെക്സ്റ്റ് പാർട്ട് ഉണ്ടെന്ന് അന്നേരം ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു? അല്ലെങ്കിൽ എപ്പോഴാണ് വാഴ 3യെ പറ്റി അറിയുന്നത്? വാഴ 3യോ? അല്ല, വാഴ 2നെ പറ്റി. വാഴ 1-ന് ശേഷമാണ് അത് പറഞ്ഞത്. വാഴ 2നെ പറ്റി ഇങ്ങനെ ഉണ്ട്. അല്ല, അതിന് മുന്നേ പ്ലാൻ ഇല്ലായിരുന്നു. അതെ. അജിൻ എന്തെങ്കിലും സംസാരിച്ചോ? അജിൻ അതിനിപ്പോ ട്രെയിലർ നോക്കണം. അതിന്റെ സ്പേസ് ട്രെയിലറിനകത്ത് ഭയങ്കര കുറവായിരുന്നു. പക്ഷെ ഇതിനകത്ത് വന്ന സമയത്ത് അതിന് ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു സ്പേസ് ഈ പടത്തിനകത്ത് ഒരുപാട് ഉണ്ടായിരുന്നു. അപ്പൊ എത്രത്തോളം സന്തോഷം. എല്ലാരും അടിപൊളിയായിരുന്നു. അതുകൊണ്ടാണ് ആ സിനിമ നല്ല ഒരുപാട് സന്തോഷം. നമ്മള് ഒരുപാട് കാലമായിട്ട് കാത്തിരുന്ന ഒരു മൊമെന്റാണ്. നമ്മൾ അഭിനയിച്ചൊരു പടം ഇറങ്ങുന്നു, എല്ലാവരുടെയും കൂടെ ഇന്ന് കാണാൻ പറ്റുന്നു. നമ്മൾ ഇത്രയും തുടക്കക്കാരെ വെച്ചൊരു പടം കാണാൻ ഇത്രയും പേര് വരുന്നത്, നിങ്ങൾ ഇത്രയും പേര് വന്നില്ലേ, അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ വിജയം തോന്നുന്നു. എടുത്തു പറയേണ്ടത് വിപിൻ ചേട്ടൻ, സവിൻ സാർ, അതിൻ്റെ എൻ്റെ ക്രൂ. നമ്മളെപ്പോലെ പുതിയ ആൾക്കാരെ വിളിച്ച് നല്ല കുറേ സീനുകൾ എഴുതി ഒന്ന് പെർഫോം ചെയ്യുക എന്ന് പറഞ്ഞ് നമുക്ക് സീനുകൾ തരുന്നതാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റി. നമ്മളെല്ലാവരും കുഴപ്പമില്ലാണ്ട് ചെയ്തെന്ന് തോന്നുന്നു. എന്നാലും സന്തോഷം ബ്രോ. എല്ലാവർക്കും നിങ്ങൾക്കും താങ്ക് യു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ചേട്ടാ ഇപ്പൊ എന്നെക്കാളും ഒത്തിരി എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. ഇതിലൂടെ ചെയ്യാൻ പറ്റിയത് ഒത്തിരി സന്തോഷമുണ്ട്. താങ്കൾ എപ്പോഴും ഇങ്ങനെ പ്രതീക്ഷിച്ചിരുന്നല്ലേ ഇത്ര വീഡിയോ ചെയ്ത് തുടങ്ങുന്ന സമയത്തൊക്കെ ഇത്ര ഇല്ല ഇങ്ങനെ ഒരു പടം വരും, ഞങ്ങൾക്ക് ഇത്ര എക്സ്പ്ലോർ ചെയ്യാനുള്ള ക്യാരക്ടേഴ്സ്? അങ്ങനെ പ്രതീക്ഷയില്ലായിരുന്നു, പക്ഷെ കിട്ടി. പേരൻസ് ഒക്കെ വിളിച്ചിരുന്നു? ഹാപ്പിയാണ്. അവരെല്ലാം പടം കണ്ടിരുന്നോ? ആ, എന്തായാലും പറഞ്ഞു പിന്നെ ഹാപ്പിയാണ്. അല്ലാതെ ഓഡിയൻസിനെ ചിരിപ്പിച്ച ഡയലോഗ് തിയേറ്ററിൽ കേൾക്കുമ്പോൾ അതിന്റെ വ്യത്യാസം വേറെയാണല്ലോ. അത് വ്യത്യാസം നമുക്ക് ബ്രോ എല്ലാ അതിന് പറയാനുള്ള ഉത്തരവാണ് ചോദിക്കുന്നത്. അതാണ് അങ്ങനെ ആയിപ്പോണ ചോദ്യം. ബ്രോ അതും പ്രൊഡക്ഷനാണ് തീരുമാനം, നമുക്ക് അറിയില്ല. അവർ തീരുമാനിക്കുകയാണെങ്കിൽ ചിലപ്പോൾ എന്തായാലും എല്ലാവരും അറിയിക്കും. നിലവിൽ നിങ്ങൾക്ക് വേറെ സിനിമകളൊക്കെ വന്നിട്ടുണ്ട്? ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ബ്രോ. കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ടോ? ഓക്കെ ആയിട്ടുള്ള ഏതെങ്കിലും പ്രോജക്റ്റ് നിലവിലുണ്ടോ? ഇല്ല ബ്രോ, ഇല്ല. നിലവിൽ വീഡിയോസ് കണ്ടിന്യൂ ആയിട്ട് വരും, റീൽസ് കാര്യങ്ങൾ. ഓക്കെ, താങ്ക് യു. ബൈ. ആക്ഷനൊക്കെ ഫസ്റ്റ് ടൈം അല്ലേ? അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. അതെ, പിന്നെ അങ്ങനെ എല്ലാവരും അറിയില്ലായിരുന്നു. അപ്പോൾ ചെയ്തപ്പോൾ എല്ലാം അടിപൊളിയായിരുന്നു. അലന്റെ എക്സ്പീരിയൻസ് എങ്ങനെയാണ്? ആക്ഷനൊക്കെ ചെയ്തപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? ഫസ്റ്റ് ടൈം അല്ലേ? ഭയങ്കര രസമായിരുന്നു, എക്സൈറ്റ്മെന്റ് ആയിരുന്നു. പുതിയ കാര്യങ്ങൾ, പുതിയ അറിവുകളൊക്കെ.
അതേപോലെ സിനിമയിൽ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ പഠിച്ചിട്ട് ഇനി അത് കണ്ടന്റ് ക്രിയേഷനിൽ ചെയ്യണമെന്ന് ഇല്ല ബ്രോ, അങ്ങനെയൊന്നുമില്ല. റീൽസ് ഒരു വേറെ മെയിൻ അല്ല, നമുക്ക് സിനിമയ്ക്ക് അത് ഒരിക്കലും കൊണ്ടുവരാൻ പറ്റും. നിങ്ങൾ പടം എല്ലാവരും കണ്ടില്ലേ? നിങ്ങൾ അഭിപ്രായം പറയാം, ഞാൻ അങ്ങോട്ട് നിങ്ങൾ പറ. ഞങ്ങൾ ഇങ്ങനെ ചോദിക്കുന്നതിന് അർത്ഥം ഇഷ്ടപ്പെട്ടുകൊണ്ടല്ലേ നിങ്ങളെ മുഖത്തതുണ്ട് നല്ല നല്ല ചോദ്യങ്ങൾ. ഓക്കെ, താങ്ക് യു ഗൈസ്.